അമേരിക്കൻ സൈന്യവും അവരുടെ സംവിധാനവും വളരെ അടിയന്തരമായി ഒമാൻ കടലിൽ നിന്ന് ഒഴിവാകണമെന്നും അല്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കുമെന്നും ഇറാൻ്റെ IRGCയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നു. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഇടപെടൽ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക നടത്തുന്നുണ്ട് എന്നുള്ളതാണ് IRGCയുടെ ആരോപണം. ഇതൊരു യുദ്ധ സാഹചര്യങ്ങളും അവസ്ഥയും അമേരിക്ക സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ തങ്ങൾ ഇതിന് നേരെ ആക്രമണം നടത്തും എന്നുള്ള മുന്നറിയിപ്പുമാണ് ഈ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ ഇറാൻ്റെ സുപ്രീം ലീഡറുടെ ഉപദേഷ്ടാവ് മോഹ്സെൻ റസായിയുടേതായിരിക്കുന്ന പ്രസ്താവന വന്നതോടനുബന്ധിച്ച് തന്നെ IRGCയുടെ കമാൻഡറും ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് പറയുന്നു. ഞങ്ങളുടെ ദേശവും ദേശത്തിൻ്റെ അതിർത്തിയും സുരക്ഷിതമാക്കുക എന്നുള്ളത് തങ്ങളുടെ കടമയാണ്. ആ കടമ തീർച്ചയായിട്ടും തങ്ങൾ നിർവഹിക്കും. അതിനെതിരെ ഏത് രാജ്യത്തിൻ്റെ സൈനിക ശക്തിയും ബലവും ഉണ്ടെങ്കിലും തങ്ങൾ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഒമാൻ്റെ തീരത്ത് അമേരിക്കയുടെ ഡിസ്ട്രോയിഡ് കപ്പലടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വലിയ നിരീക്ഷണങ്ങൾ ഡ്രോൺ ഉപയോഗിച്ചും മറ്റും ഈ കടൽ തീരം കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക നടത്തുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഡ്രോണിനെ ഈ ഇറാൻ വെടിവെച്ച് വിടുന്നുണ്ട്. ആ വെടിവെച്ച് താഴത്തെ വിട്ടതിനെക്കുറിച്ച് പിന്നീട് അമേരിക്ക സംസാരിക്കാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം ലോകം കാണാത്തതും അറിയാത്തതുമായിരിക്കുന്ന ഒരു യുദ്ധം തന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ ഈ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. പറയുന്ന സമയത്ത് വെടിനിർത്തലാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയും. ആ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ കപ്പലിനെ ആക്രമിച്ചതും കപ്പൽ തകർന്നതും 3 കപ്പലിനെ ഒരുമിച്ച് വെടിവെച്ചതും ഒരു കപ്പലിനെ ഇറാൻ കത്തിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറം പറയുന്നത് എന്താ, വെടിനിർത്തൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വെടിനിർത്തൽ നിലനിൽക്കുന്നു, മറുഭാഗത്ത് വലിയ രീതിയിലുള്ള ആക്രമണ രീതികൾ അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു എന്ന് ചുരുക്കം. ഇറാനിലേക്കുള്ള കടൽ ഗതാഗതം നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് എന്നതിന് മുൻപൊരു പ്രസ്താവന വന്നിരുന്നു. യുദ്ധക്കപ്പലുകളും ഡിസ്ട്രോയിഡ് കപ്പലും അടക്കമുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥാസ്ഥിതികളൊക്കെ വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലിനും. അപ്രതീക്ഷിതമായിരിക്കുന്ന 2 സ്ഫോടനം, ഒന്ന് ഇസ്രായേലിൻ്റെ അകത്തും ഒന്ന് UAEയുടെ അകത്തും നടന്നു. രണ്ടും ആണവായുധം, ഒന്ന് ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സമാധാന ആവശ്യത്തിന് വേണ്ടി യുറേനിയം ഉണ്ടാക്കുന്ന പ്രവൃത്തിയുള്ള മേഖലയാണ് UAEയുടേത് ആക്രമിക്കപ്പെട്ടത്. 1980 കാലഘട്ടത്തിലാണ് അങ്ങനത്തെ ഒരു കരാർ വ്യവസ്ഥ അമേരിക്കയും UAEയും തമ്മിൽ ഉണ്ടാക്കിയത്. IAEAയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ അവരുടെ നിരീക്ഷണത്തിലാണ് വൈദ്യുത ആവശ്യത്തിനും മറ്റും സമാധാനപരമായ രീതിയിൽ ഈ പ്ലൂട്ടോണിയം അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ആ പ്രവൃത്തി ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ തീപിടുത്തം ഉണ്ടായി, എന്നാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ഇതിൽ ചോർച്ചാ കാര്യങ്ങളില്ലെന്ന് IAEA സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു. അതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇസ്രായേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് രൂക്ഷമായിരിക്കുന്ന വലിയൊരു ആക്രമണം നടന്നു, ഒരു സ്ഫോടനം നടന്നു. അത് അവരുടെ മിസൈൽ ഫാക്ടറിയുടെ പുറത്താണ് സ്ഫോടനം നടന്നത്. അതിൽ വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആദ്യത്തെ റിപ്പോർട്ട്. എന്നാൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടത്തിയത് എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ അത് കൈകഴുകുകയാണ് ഉണ്ടായത്. അങ്ങനെയല്ല, അതിൻ്റെ പിന്നാമ്പുറം പല സംഭവങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില അറേബ്യൻ പത്രങ്ങൾ പറയുന്നത്. ഹിസ്ബുള്ള ഗ്രൂപ്പാണ് ഈ പണി ഒപ്പിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും. ഇപ്പോഴത്തെ അവസ്ഥ കാര്യങ്ങളെ പറ്റി വിശദീകരിക്കുന്നത് എങ്ങനെയാണ്, ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിക്കുക, അതായത് അമേരിക്കയുടെ അഭിമാനം പണയപ്പെടുത്താത്ത രീതിയിൽ യുദ്ധവിരാമം ഉണ്ടാകുന്ന വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകുകയാണെങ്കിൽ 10 മിനിറ്റ് പോലും വേണ്ട ഈ യുദ്ധം അവസാനിക്കാൻ എന്ന് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ചൈന സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അല്ലെങ്കിൽ ചൈന സന്ദർശനത്തിന് ശേഷം ഈ മേഖലയിൽ യുദ്ധം കഠിനമായിരിക്കുകയാണ്. കുറച്ചും കൂടി പ്രതീക്ഷ ഇറാൻ ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നു. അല്ലെ തന്നെ അവർക്ക് പ്രതീക്ഷ ഉണ്ട് അതിൻ്റെ അപ്പുറമായ രീതിയിൽ. അഥവാ ചൈനീസ് സന്ദർശനത്തോട് അനുബന്ധിച്ച് ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനോട് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം മണ്ടത്തരമായിട്ടാണ് ഇപ്പം വിലയിരുത്തുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, അമേരിക്കയുടെ ദൈന്യത വെളിവാക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നാലെ ഉണ്ടായതാണ്. ഞാൻ ഇറാൻ ആക്രമിച്ചതോടുകൂടിയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സൈനിക സാന്നിധ്യം ഇറാൻ ഉണ്ടാക്കുന്നത്. ഈ ഒരു വിഷയത്താലാണ് ലോകാടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക മേഖലയിൽ ആകപ്പാടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പെട്രോളിയം അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നത്, സ്വർണത്തിൻ്റെ
വില വർധനമുണ്ട്. അത് സ്വർണ്ണ ശേഖരം നടത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കറൻസിക്ക് അപ്പുറമായ രീതിയിൽ സ്വർണ്ണ ശേഖരം നടത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വർണ്ണത്തിന് വില കൂടും. അതൊക്കെ നമ്മളെ അത് ബാധിച്ചിട്ടുണ്ട്. ഒരു ദിവസം 10,000 റുപ്യയിലധികം വില ഒരു പവന് കൂടിയത് ഇപ്പോൾ പുറത്ത് വന്നു. അപ്പോൾ എന്തായി സംഭവം എന്ന് വെച്ചാൽ ഈ സ്വർണവും യുദ്ധവുമായിട്ട് വലിയ രീതിയിൽ അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ട്. അപ്പോൾ ചൈനയോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, ഈ അമേരിക്ക കാരണത്താൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഇറാനെ കീഴടക്കാൻ പൂർണ്ണമായിട്ട് പറ്റുന്നില്ല. ഇവിടെ നിന്നാണെങ്കിൽ കപ്പലുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അത് എണ്ണൽ സംഖ്യ കുറവാണെങ്കിൽ പോലും ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും അതിർത്തി കടക്കുന്നു. നിങ്ങൾക്ക്, അതായത് ചൈനക്ക്, ഞങ്ങൾ പെട്രോൾ തരാൻ തയ്യാറാണ്. അത് ഈ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇറാൻ ചൈനക്ക് നൽകുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണം കുറവുള്ള പെട്രോളിയാണ്. പണം കുറച്ചിട്ടാണ് നൽകുന്നത്. സാധാരണയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഒരുപാട് ഇളവ് നൽകിക്കൊണ്ട് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ അങ്ങനെ നൽകുന്നു. അത് കൃത്യമായ രീതിയിൽ കറൻസി ഇറാനിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഒരു വലിയ ഡീലിംഗ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നടക്കുന്നുണ്ട്. ആ ഡീലിംഗ് ഇല്ലാതായി പോകും. അപ്പോൾ അതിന് അമേരിക്ക പറയും ഞങ്ങൾ നിങ്ങൾക്ക് പെട്രോൾ തരുന്നതാണ്. വെനിസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ചൈനക്ക് പെട്രോൾ കിട്ടാതിരിക്കാനാണ് അമേരിക്ക ആദ്യം നോക്കിയത്. ഇത് ചൈനക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇവരിപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു ദയനീയമായിരിക്കുന്ന ഒരു രീതിയിലാണ് സംസാരിച്ചത് അപ്പാടെ. എന്നാൽ ചൈന സംസാരിക്കുന്ന എല്ലാം തായ്വാൻ്റെ കാര്യമാണ്. തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊരു പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾക്ക് ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. തായ്വാൻ എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഭാഗമാണ്. അവർക്ക് ആ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രതിരോധപരമായിരിക്കുന്ന ആയുധങ്ങളും ഈ മറ്റ് ടാങ്കർ അടക്കമുള്ള യുദ്ധോപകരണങ്ങളും കൊടുക്കുന്നത് അമേരിക്കയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ പ്രവൃത്തിയിൽ നിങ്ങൾ മാറി നിൽക്കണം. രണ്ടാമത്തെ ഘട്ടത്തിൽ ചൈന പറഞ്ഞിരിക്കുന്ന കാര്യം ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണെങ്കിൽ ആദ്യം നിങ്ങൾ ഉപരോധം ഒഴിവാക്കുക, എന്നിട്ട് ഈ ഹോർമുസ് കടൽ കടക്കുന്ന കപ്പലുകളിൽ നിന്ന് ചുങ്കം ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഇറാനോട് സംസാരിക്കാം. ഒന്നും ചെയ്യാത്ത രീതിയിൽ ആദ്യം തന്നെ അവരുടെ നിയന്ത്രണം ഒഴിവാക്കണമെന്ന് പറയുന്നത് അത് അസ്വീകാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും എവിടെയും പിടുത്തം കിട്ടാത്ത രീതിയിൽ ഉദ്ദേശ കാര്യങ്ങൾ നടക്കാത്ത രീതിയിൽ നാണം കെട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ നിന്ന് മടങ്ങിയത് എന്ന് തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്.